മനോഹരേട്ടാ എത്ര രൂപ കിട്ടാനുണ്ട്? എനിക്കിപ്പോൾ 54,000 രൂപ കിട്ടാനുണ്ട്. ഇനി പല പ്രാവശ്യമായിട്ട് ആദ്യമൊക്കെ കൃത്യമായിട്ട് പൈസ തരുമായിരുന്നു. അവസാനം ആയിക്കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഇത് പോകുന്നതിൻ്റെ ഒരാഴ്ച ആയിട്ട് മേടിച്ച പൈസയാണ് ഈ 54,000 രൂപ. ആ പൈസ മുഴുവൻ പെൻഡിങ് ആക്കിയിട്ടാണ് അവർ പോയത്. എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയത്? പച്ചക്കറി, അരി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇറച്ചി ഒഴിവാക്കി ബാക്കി എല്ലാ സാധനങ്ങളും എൻ്റെ കടയിൽ നിന്നാണ് വാങ്ങുന്നത്. ബെന്നിച്ചേട്ടൻ എത്ര രൂപ കിട്ടാനുണ്ട്? എനിക്ക് 1,00,000 രൂപ കിട്ടുന്നുണ്ട്. 1,00,000. ഈ ഇറച്ചി വാങ്ങിയൊക്കെ? ഇറച്ചി കോഴി മേടിക്കലുണ്ട്, ബീഫ് മേടിക്കലുണ്ട്, നാടൻ കോഴി, താറാവ് മുട്ട, അവർ പറയുന്ന എല്ലാ സാധനങ്ങളും കൃത്യസമയത്ത് എത്തിച്ചു കൊടുത്തതാണ്. പക്ഷേ നമ്മൾക്ക് ഇത്രയും കോടികൾ മുടക്കിയിട്ടൊരു സിനിമ ചെയ്തിട്ട് നമ്മളെപ്പോലുള്ള പാവങ്ങളെ ഇവർ വഞ്ചിച്ചിട്ട് പോകുന്നത് നമുക്കറിയില്ലായിരുന്നു. ഒരാൾ കൂടി ഉണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ജോർജ് ജോസഫ്. ചേട്ടനും പൈസ തരാനുണ്ടോ ഇവർ? എന്താ സംഭവിച്ചത്? അവർ ഈ സിനിമാക്കാർ വേറൊരു ടീമിനെ ഏൽപ്പിച്ച ആദ്യമേ വരുമ്പോണ്ടല്ലോ പൈസകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നു. പൈസ തന്നിട്ടാണ് വാങ്ങുന്നത്. പിന്നെ 3-4 മാസമായല്ലോ, നേരത്തേക്ക് അവർ പിന്നെ കടം വാങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇന്നലെ നാളെ കയറും, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പം കയറും. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും കയറിയില്ല എന്ന് പറയും. അങ്ങനെ കയറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയി. പിന്നെ എനിക്ക് 1,02,000 രൂപ തരാനുണ്ടായിരുന്നു. അതിനകത്ത് ഈ അവസാനം ആകുമ്പോൾ 46,000 രൂപ കഴിച്ച് ബാക്കി തന്നു. എന്താ ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിയത്? പാല്, ഗ്യാസിൻ്റെ ഇതുണ്ട്, അത് മലബാർ ഗ്യാസുകാരെയാണ്. ആ ഗ്യാസ് അവർ പൈസ തരികയല്ല, അവർക്ക് പൈസ നമ്മൾ കൊടുക്കും. പിന്നെ ഈ പൈസ അടക്കം പാലും തൈരും എല്ലാം വാങ്ങിയത് പല സാധനങ്ങളും വാങ്ങും. പിന്നെ അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഇല്ലാത്ത ഓട്ടോ കൂലി അടക്കം ഞാൻ കൊടുത്തു വിടുന്ന. ഈ ഗ്യാസൊക്കെ അവർക്ക് വേണമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കല്ലാച്ചി പോയാലേ ഗ്യാസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ടൊക്കെ ഈ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തം അനുഭവിച്ചത്? അതെ. ഞാനെല്ലാം പീടിക വെള്ളം കയറി വരാം. അങ്ങനെ മറ്റ് സഹായങ്ങളൊക്കെ കൊണ്ട് കടയൊക്കെ തുടങ്ങി അങ്ങനെ ഒരു പുതിയൊരു അതിജീവനത്തിൻ്റെ വഴിയിലേക്ക്. അതെ. സിനിമയൊക്കെ ഇവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത് അല്ലേ? ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ജോജു ജോർജൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ജോജു എൻ്റെ കടയിൽ കയറിയിരുന്ന് പറഞ്ഞാണ് എത്ര പൈസ കിട്ടാണ്. അപ്പോൾ 1,02,000 ചില്ലറ രൂപയുണ്ട്. അപ്പോൾ ജോജു പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, അതേ നിങ്ങളുടെ പൈസയൊന്നും പോകുകയില്ല, പൈസ തരുമെന്ന് കടയിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞിട്ട് പോയതാണ്. അപ്പം നമ്മൾ അതിൽ കൂടുതലൊക്കെ എങ്ങനെ വിശ്വസിക്കുക ഒരാളെ? നിങ്ങളായിട്ട് ഈ സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചവരാരൊക്കെയായിരുന്നു? അതറിയത്തില്ല, ഇവരെല്ലാവരും വന്ന് വാങ്ങും. ഒരു സാജിദ് ഉണ്ട്, പിന്നെ ഈ കരാറുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഇവർ ഈ സിനിമാക്കാർ തന്നെ വന്നിങ്ങനെ സാധനം വാങ്ങിക്കൊണ്ട് പോകുന്നു. ഒരാളല്ലല്ലോ വാങ്ങുന്നത്, ഇവർ പലരും വരുന്നു. അപ്പോൾ ഇന്ന സാധനം കൊടുത്തു വിടണമെന്ന് പറയുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയ്ക്കൊക്കെ കൊടുത്തു വിടും. ആ ഓട്ടോ കൂലി അടക്കം ഞങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെ പറ്റിപ്പോയതാണ്. ഈ പിന്നെ ജോജു അടക്കം ഞങ്ങളോട് തരുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ വിശ്വാസം. അതാണല്ലോ ഒരു പ്രതീക്ഷ. 4 സിലിണ്ടർ കൊണ്ടുപോയിട്ടുണ്ട്, അതുപോലും തിരിച്ചു വെച്ചിട്ടില്ല.